അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രത്യേകത എല്ലായ്പ്പോഴും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെയായി പരിശുദ്ധതയുടെ നിറകുടമായി താഴ്മയുടെ ക്ഷമയുടെ സഹനത്തിന്റെ പര്യായപരമായി ജീവിച്ചു നമ്മൾക്കത് സാധിക്കുന്നുണ്ട്. ഒക്കെ വാക്കിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവിനാൽ അനുസരിക്കപ്പെട്ടവരെ പല ആളുകളും ചിന്തിക്കുന്നത് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അടിവലിക്ക് പറയുന്നു. ഇത് ദൈവത്തിനെ ഏതാണ്ട് പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ്. നമ്മൾ ഒരു പടി കൂടി കടന്നാൽ പലരുടെയും ചിന്ത ഇത് നമ്മൾ ചെയ്യുന്ന ഏതോ ഒരു നന്മ പോലെയാണ്, ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു നന്മ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ നന്മയില് പരിശുദ്ധിയില് വിശ്വാസത്തില് ജീവിക്കുക എന്നുള്ളത് ഇത് ദൈവത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായ ഒരു പ്രത്യേക പുണ്യമൊന്നുമല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ദൈവം നമ്മളിൽ നിന്ന് ദൈവത്തിന് അർഹമായതാണ് നമ്മൾ നന്മയെ ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ ദൈവത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായ പ്രത്യേകമായ നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങളിൽ ഏത് മാതാപിതാക്കന്മാരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്ക് മാനസികമായ സങ്കടവും തകർച്ചയും എന്റെ ജീവിതത്തില് നിരാശയിൽ വരുത്തുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നു, മാതാപിതാക്കന്മാര് അവകാശത്തോടെയാണ് പറയുന്നത്, നീ മകനെ ഇത് ചെയ്യരുത്, നീ മദ്യപിക്കരുത്, നീ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്, ദൈവത്തിന് നിരക്കാവുന്നത് നീ ചെയ്യരുത്. ഇത് മാതാവോ പിതാവോ പറയുന്നത് അവകാശത്തോടു കൂടിയാണ്. അവകാശത്തോടു കൂടിയുള്ളതായ ഒരു ആവശ്യപ്പെടുകയാണ്. നീ ഇന്നതുപോലെ ചെയ്യാവുന്നു. കാരണം ആ മാതാവിന് പിതാവിന് തങ്ങളുടെ മക്കളുടെ മേൽ അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. എന്നാൽ നാം പരിശുദ്ധതയിലെ അനുഗ്രഹീതമായ നന്മയിൽ ജീവിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ ഓർക്കുക, അത് നമ്മുടെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായ ഒരു പുണ്യമെന്ന് കരുതുന്നത്. ദൈവത്തിന് അതിനുള്ള അവകാശമുണ്ട് നമ്മളോട് പറയുവാനായി. ഇത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവ് എന്നോടും നിങ്ങളോടും പറയുവാനുള്ള അവകാശമാണ് നീ നന്മയിലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ നിനക്ക് വേണ്ടി മരിച്ചവനാണ്, നിനക്ക് വേണ്ടി എല്ലാം സഹിച്ചവനാണ്. സ്വർഗീയമാരാതെ തുനിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ഭൂമിയിൽ വന്നു. സാധാരണ മനുഷ്യനാൽ അടികൊള്ളപ്പെടുകയും ക്രൂശിച്ച് കൊല്ലപ്പെടുകയും ചെയ്തത് കണ്ടാകുന്നു. അവനെ മകളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നോട് പറയുന്നു, എന്റെ പരിശുദ്ധതയിൽ അപവാദമായി മതിയാകുകയുള്ളൂ. അത് നമ്മൾ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണ്. ഒരു മാതാവോ പിതാവോ നമ്മുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ആവശ്യപ്പെടുന്നുവോ, എന്ത് അധികാരത്തോടെ അവർ പറയുന്നത് നമ്മൾ ഓർക്കണം, ഈ ഇന്നതുപോലെ ചെയ്യാവുള്ളൂ. കാരണം കടപ്പാടുള്ളതായ സ്നേഹമാണ് മക്കൾക്ക് മാതാപിതാക്കന്മാർ. അവരുടെ സ്നേഹം കടപ്പാടുള്ളതാണ്. ദൈവത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കടപ്പാടുള്ള സ്നേഹമാണ് നമുക്കുള്ളതെങ്കിൽ ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം. അനേകരെ സംബന്ധിച്ച് ഏത് വൃത്തി ചെയ്താലും കുറ്റത്തിൽ ജീവിച്ചാലും യാതൊരു മനസ്സാക്ഷിയൊന്നുമില്ല. കാരണം പുറമേയുള്ള ആ ദൈവിക ജീവിതമൊക്കെ സ്പിരിച്വൽ നയിക്കുകയുള്ളൂ. ആഴത്തില് കർത്താവ് കരന്റെയും മനസ്സിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പാപം ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത് ഒരു വിഷയമേ നമ്മൾ നമ്മുടെ മനസ്സാക്ഷി ചോദിക്കുക. ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഒരു പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഇതെന്റെ ദൈവത്തിന് സങ്കടമുണ്ടാകുമോ, അവൻ കണ്ണുനീര് വാങ്ങുമോ, അവന്റെ ഹൃദയത്തിന് തകർച്ചയുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതിൽ നമ്മൾ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടത്. ഞാൻ ചെയ്യുന്ന പാപം എന്റെ വിശുദ്ധമായ ദൈവത്തെ കരയിക്കുന്നതാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടാണോ നമ്മൾ പാപം ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളതിനെ ചിന്തിക്കുന്നില്ല. ഇത് നമുക്കൊരു വിഷയവുമല്ല. ദൈവം എങ്ങനെ ചിന്തിച്ചാലല്ല എന്റെ ജഡീകമായ ആഗ്രഹം സാധിക്കണമെന്ന നമ്മുടെ ചിന്ത. കാരണം
നമുക്ക് ആ കടപ്പാടുള്ള സ്നേഹമില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ അനുഗ്രഹങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് കരുതുകയാണ്. ഇവിടെ എവിടെയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് പറയുന്നത്, ഇവിടെ എവിടെയ സത്യവൃത്തിയായിയാണെന്ന് പറയുന്നത്, ഇവിടെ എവിടെയാണ് തിരിച്ചുണ്ടായിട്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങേയറ്റം വന്നാൽ തെറ്റിക്കൂടി കുറ്റങ്ങൾ കൂടി നമ്മൾ സമ്പാദിച്ച സമ്പത്തിൽ കൂടെ ദൈവാലയത്തിൽ നമ്മൾ ഇട്ട് വേണമെങ്കിൽ അതിനെ എന്ന് പറയാം. ദൈവത്തിലൂടെ അതിന് ഒരു ഭാഗം കൊടുത്ത് കർത്താവെ നീയും എന്നീ അംശത്തിന് കൂടെ എനിക്ക് ലഭിച്ചത് വിഹിതമല്ലാത്ത ശരിയല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു ഭാഗം ഇല്ലാതെ നിനക്കൊണ്ട് നൽകുന്നു എന്ന് പറയുന്നതാണ് ക്രൈസ്തവ ജീവിതമെന്ന് നാം ശാന്തമായി ജീവിക്കുക. നമ്മുടെ അറിയത്തെ പോലെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ, പരിശുദ്ധതയുള്ള ജീവിതത്തിൽ കൂടെ, സമർപ്പിത ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ പ്രസാദകരമായ ക്രൈസ്തവ ജീവിതം മറിയത്തെ പോലെ നയിക്കണം. സത്യവും നീതി ന്യായവും പരിശുദ്ധതയും എല്ലാം ഉള്ള ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അനേകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ഏത് തെറ്റിൽ കുറ്റത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു മനസ്സാക്ഷിക്കും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ പുറമേക്കുള്ള വെറും ബാഹ്യമായ ആചാരങ്ങളിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ്. മാനവീയത്തിന്റെ ജീവിതവുമായി നമ്മൾ ജീവിതത്തിൽ കണ്ടുപിടിക്കുമ്പോൾ 100% കടപ്പാടുള്ള ജീവിതമായി യേശുവിന്റെ മുഖം അവരുടെ മുഖത്ത് തെളിഞ്ഞു. എന്റെ കർത്താവ് എന്നെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ചു. നമ്മൾ എത്ര പേര ദൈവത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിനോട് നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം അതെല്ലാം കൊണ്ടും പുണ്യം നിറഞ്ഞതായി. അതിന്റെ നന്മകളൊക്കെ ഈ ദൂരങ്ങളിലൊക്കെ പുസ്തകങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നതാണ്, നിങ്ങൾ അറിയുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. കാലവും പകലും ശനിയും എല്ലാമായി പൂർണ്ണ സമർപ്പിതയായി ജീവിക്കുന്നത്. നമുക്കും 2010 ഈ പരിശുദ്ധ അമ്മയുടെ ഭാവിയെ നിർമ്മിക്കുകയും നാം സമർപ്പിച്ച് ദൈവത്തിന് നൽകുന്നതിന് ഈ മണർകാട് ആഗോളമായ സത്യം നിങ്ങളോടുകൂടെ ഒരു വർഷങ്ങളിലെ പോലെ തന്നെ ഇവിടെ ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ദൈവം ദൈവത്തെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ നീക്കരും മറിയാം കൂടാതെ എല്ലായ്പ്പോഴും പ്രകൃതി മറിയാം ദൈവ മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാതയിറക്കി എന്ന് 5-ാം പേരിൽ നമ്മൾ ചുറ്റുന്നത്. സർവ്വ നാമം പരിശീലനായ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയത്തിന്റെ തീർച്ചയായിട്ടും അവരുടെ മധ്യസ്ഥിതി 100% ആ ഇന്ന് ഈ ആഗോളമായ പരിശുദ്ധ നമ്മുടെ പ്രിയമുള്ള വലിയ കൂടി ചേർന്ന് ഇതിന്റെ പ്രോഗ്രാം കൂടിയേക്കായ മണവത്തച്ഛൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് എല്ലാ വൈദികരെയും പറയണമെന്ന് ആഗ്രഹത്തിന് പള്ളിയുടെ പ്രശ്നമായ സെക്രട്ടറി അതോടൊപ്പം എല്ലാ ഭാരവാഹികളെയും ഞാൻ ഓർക്കുന്നു. ജ്ഞാനായ അധികത്തിലാണ് ഈ പ്രകാരം വഴിയോട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എന്റെ മുൻകാലി ഭാരതീയ വലിയ ഈ ദീപാവലിയുമായുള്ള അനുഗ്രഹീതമായുള്ള ബന്ധം ഈ സമയത്ത് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ കോവിഡ് നേരത്തെ നന്നായി ഒരിക്കൽ കൂടെ ഓർമ്മ പ്രിയപ്പെട്ട വൈദികങ്ങളുള്ള എന്റെ വാക്കുകളെ ദൈവം സമയത്തെ വാഴ്ത്തി മാറാകുന്ന